ഹായ് ഹലോ ഹൗ ആർ യു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഒരു വലിയൊരു റീസണായിട്ടൊന്നും വന്നതല്ല, എനിക്കൊന്ന് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ്. റീസെൻ്റ്ലി ദിയ കൃഷ്ണയുടെ ഇൻസിഡൻസ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമുക്ക് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു ന്യൂസ് ചാനൽസ് ഒന്നും ബ്രേക്കിംഗ് ന്യൂസ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചെയ്യുന്നത് മെയിൻ സ്ട്രീം ചാനൽസ് പ്ലസ് റിയാക്ഷൻ വീഡിയോസൊക്കെ കാണുക. അതുകൊണ്ട് ഞാൻ കുറേ പേരുടെ റിയാക്ഷൻ വീഡിയോസ് ഫോളോ ചെയ്യാറുണ്ട്. ലൈക്ക് സീക്രട്ട് ഏജൻറ്റ്, ആൾട്ടാ ബ്ലോഗ്, അങ്ങനെ കുറേ പേര് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് ദിയ കൃഷ്ണയുടെ ഇൻസിഡൻറ്റ് വന്നപ്പം സീക്രട്ട് ഏജൻറ്റൊക്കെ കുറച്ച് കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നി. ബട്ട് ആൾട്ടാ ബ്ലോഗൊക്കെ പറയുന്നത് കേട്ടിട്ട് ലാസ്റ്റ് 1 ഇയർ ദിയ കൃഷ്ണൻ എന്ത് ചെയ്യായിരുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോഴേ ആ ഒരു ഫേസിൽ കൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. അതും മൾട്ടിപ്പിൾ പ്രഗ്നൻസി, മൾട്ടിപ്പിൾ അബോർഷന് ശേഷമാണ് എനിക്ക് എൻ്റെ കുട്ടികളെ കിട്ടുന്നത്. അപ്പം ഒരു വല്ലാത്ത ഫേസാണത്. കാരണം ഫസ്റ്റ് 3 months എനിക്കിപ്പോൾ ദിയ കൃഷ്ണൻ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് എൻ്റെ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് 3 months ഫുൾ ബെഡ് റിട്ടേൺ ആയിരുന്നു. കാരണം ഇപ്പം അബോർഷൻ്റെ ഒരു ചാൻസും വരാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ ഫുൾ ബെഡ് റിട്ടേൺ. എനിക്ക് തോന്നുന്നു 30 days എനിക്ക് സ്റ്റാർട്ട് ചെയ്ത വോമിറ്റിങ് എനിക്ക് ഞാൻ OTയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ 32 weeks പോകുന്നവരെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ദിവസം എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ബെഡ് എടുത്ത് ബാത്റൂമിലോട്ട് ഇട്ടിട്ട് അവിടെ കിടന്നാൽ പോരെ എന്നുള്ളത്. അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ് ആയിരുന്നു. അപ്പം നമ്മുടെ മൈൻഡിൽ കൂടെ വേറൊന്നും പോകില്ല. കാരണം നമ്മുടെ പ്രയോറിറ്റി അപ്പം നമ്മുടെ വയറ്റിൽ വളരുന്ന ആ ഒരു ജീവൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ സേഫ്റ്റിയൊക്കെയാണ്. ഈ ബിസിനസ് അല്ലെങ്കിൽ ജോബ്, ഓൺടർപ്രണർഷിപ്പ്, ഇതൊക്കെ സെക്കൻഡായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പലരും എന്താ പറയുന്നത്, പലർക്കും പ്രഗ്നൻസി ഭയങ്കര കംഫർട്ടബിളാണ്, സേഫാണ്, സോഫ്റ്റാണ്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവാം. പക്ഷേ ഈ ഫേസിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ആ കുട്ടിയെ പല ദിവസവും അമ്മയും ഡ്രൈവറും എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം ഞാൻ പല ദിവസങ്ങളും എൻ്റെ അങ്ങനെയായിരുന്നു. അപ്പം വോമിറ്റിങ്, ഹോസ്പിറ്റല്, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ഇച്ചിരി കൂടെ കോംപ്ലിക്കേഷൻസ് കൂടുതലായിരുന്നു. കാരണം ട്വിൻസ് ആയ കാരണം, പിന്നെ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ എനിക്ക് ഇടയ്ക്കൊരു സ്പോട്ടിങ് വന്ന കാരണം വീണ്ടും അഡ്മിറ്റ് ആകുക, കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻസി ജേർണിയൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് വീഡിയോയിൽ. കാരണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ. അപ്പം ഇതുകൊണ്ട് എനിക്ക് ഈ റിയാക്ഷൻ വീഡിയോസിലുള്ളവരോടൊക്കെ ചെയ്യുന്നവരോടൊക്കെ പറയാനുള്ളത്, നമ്മൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല കാര്യങ്ങൾ. കാരണം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല ഒരിക്കലും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വളരെ കംഫർട്ടബിളായിട്ട് പോകുന്നവർ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഈ ഫേസിൽ കൂടെ കടന്നു പോകുന്നവരും ഉണ്ട്. അതുകൊണ്ട് അതും ആ കുട്ടി പിന്നെ കടന്നു പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞ ലാസ്റ്റ് 1 weekത്തെ ഫേസ് ഹൊറിബിളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ബ്രേവ് ലേഡിയാണ്, ബോൾഡാണ്, ഹാറ്റ്സ് ഓഫ് ടു ദിയ. അപ്പോൾ ശരി, അത്രയേ ഉള്ളൂ.